Hi students, നമ്മൾ ഇന്ന് കണ്ടിന്യൂഷൻ നടത്താണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകാം. ഡയമെൻഷൻ നിങ്ങൾ വെറുതെ എഴുതിയെടുത്തോളൂ ഇപ്പോൾ. ഓക്കെ, എന്താ കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ പവർ up to which the fundamental quantity is to be raised to represent that physical quantity. ഒന്നും മനസ്സിലായിട്ടില്ല എനിക്കറിയാം. ഓക്കെ, ഇനി അടുത്തത് ഡയമെൻഷണൽ ഫോർമുല. Dimensional formula of a physical quantity is the representation of fundamental quantity and their powers in the physical quantity. അതും മനസ്സിലായിട്ടില്ല, കുഴപ്പമില്ല, മലയാളത്തിൽ പറയാം. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ആ ക്വാണ്ടിറ്റിയിലെ പവറാണ്. ഇനി ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളും അതിൻ്റെ പവറുമാണ്. അപ്പോഴും മനസ്സിലായിട്ടില്ല, ഒരു പ്രശ്നമില്ല. ഇനി ഞാനിതെല്ലാ എക്സാമ്പിൾസും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. ഏരിയ ഏറ്റവും സിമ്പിളാണ്. ഏരിയ എന്താ നമ്മൾ പഠിച്ചേ? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്താ? മീറ്റർ. ബ്രെഡ്ത്ത് എന്താ? മീറ്റർ. അപ്പം അതെന്താ? മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഏരിയ എങ്ങനെ ഉണ്ടാക്കി? രണ്ട് ലെങ്ത്തുകൾ ഗുണിച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ പറയും ഏരിയ എങ്ങനെ ഉണ്ടാക്കി? രണ്ട് ലെങ്ത്തുകൾ ഗുണിച്ചിട്ടാണ്. അപ്പം ഡയമെൻഷണൽ ഫോർമുല ഫോർ ഏരിയ ഇങ്ങനെ എഴുതി. അതിൻ്റെ അർത്ഥം ഡയമെൻഷണൽ ഫോർമുല ഫോർ ഏരിയ, അതിലാരില്ല? മാസ് ഇല്ല, മാസ് റേസ് ടു 0. ലെങ്ത് ഉണ്ട്, എത്രയാ? സ്ക്വയർ. ടൈം ഇല്ല, ടൈം റേസ് ടു 0. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏരിയ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റീനെ ആരൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയത്? ആരൊക്കെ ചേർന്നാണ് ഉണ്ടാക്കി? വെറും ലെങ്ത് ചേർന്നാണ് ഉണ്ടാക്കിയത്. ലെങ്ത്തിൻ്റെ എത്ര പവർ ചേർന്നിട്ടാണ് ഉണ്ടായത്? 2 പവർ ചേർന്നിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഏരിയ എന്ന ക്വാണ്ടിറ്റിയിൽ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ 2 ആണ്. ഏരിയ എന്ന ക്വാണ്ടിറ്റിയിൽ മാസിൻ്റെ ഡയമെൻഷൻ 0 ആണ്. ഏരിയ എന്ന ക്വാണ്ടിറ്റിയിൽ ടൈമിൻ്റെ ഡയമെൻഷൻ 0 ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് അരി. അരി വേണ്ട, വെണ്ടക്ക, മുരിങ്ങക്ക, മുളക് പൊടി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്താണ്. പക്ഷേ സാമ്പാറിൽ ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ചേർത്തിട്ട്. അരി ഇല്ലേട്ടാ, അരി ഞാൻ വെറുതെ പറഞ്ഞത്. വെണ്ടക്ക, മുരിങ്ങക്ക, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആളുകൾ. അവർ ചേർന്നിട്ടാണ് സാമ്പാർ ഉണ്ടായത്. അതുപോലെ ഏരിയ എന്ന് പറയുന്ന ആള് ലെങ്ത്തുകൾ ചേർന്നിട്ടാണ് ഉണ്ടായത്. അതിൽ മാസ് ഇല്ല, ടൈം ഇല്ല എന്ന് ഡയമെൻഷണൽ ഫോർമുല നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നമ്മൾ നോക്കാം സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ്. നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ച് മാത്രം എടുക്കാം. വോളിയം. വോളിയം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് ഈക്വൽ ടു എന്താ വരിക? മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. എത്ര വരിക? മീറ്റർ ക്യൂബ്. ഇനി ഡയമെൻഷണൽ ഫോർമുല എന്താ വരിക? ഡയമെൻഷണൽ ഫോർമുല ഫോർ വോളിയം റെഡി? എൽ ക്യൂബ് അല്ലേ വരിക? എൽ ക്യൂബ്. അതിലാരില്ല? മാസ് ഇല്ല, ടൈം ഇല്ല. അപ്പം നിങ്ങൾ പറയും വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് മാസ് ഇൻ വോളിയം? യെസ്, 0. What is the dimension of time in volume? Yes, 0. What is the dimension of length in volume? 3. അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാനൊന്നും കൂടെ പറയട്ടെ.
Dimension of a physical quantity is the power up to which the fundamental quantity is raised. ശരിയല്ലേ? ഇനി dimensional formula of a physical quantity is the representation of representation of fundamental quantities and their powers. റെഡി അല്ലേ? ഇപ്പൊ മനസ്സിലായി? You got it? ശരി, നമുക്കിനി മുന്നോട്ട് പോവാം. വേറെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ചെടുക്കാം. ഡെൻസിറ്റിനെ നമ്മൾ റോ കൊണ്ടാണ് കാണിക്കുക. റോ എന്താ? മാസ് ബൈ വോളിയാണ്. മാസ് ബൈ വോളിയം. അപ്പൊ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് ഈക്വൽ ടു മാസ് കിലോഗ്രാം ബൈ വോളിയം മീറ്റർ ക്യൂബ്. ഇനി ഡയമെൻഷണൽ ഫോർമുല ഫോർ ഡെൻസിറ്റി എങ്ങനെ എഴുതും? ഡയമെൻഷണൽ ഫോർമുല ഫോർ ഡെൻസിറ്റി കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസ് ബൈ എൽ ക്യൂബ്. അതെങ്ങനെ എഴുതാം? മാസ് റേസ് ടു 1, ലെങ്ത് റേസ് ടു -3, ടൈം റേസ് ടു 0. So tell me, what is the dimension of length in density? Yes, -3. What is the dimension of time in density? 0. What is the dimension of mass in density? 1. So simple. So simple. Any ലീനിയർ ഡെൻസിറ്റി മറ്റേ വോളിയം ഡെൻസിറ്റി ആണ്. ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ കൊണ്ട് കാണിച്ചാൽ അത് മാസ് ബൈ ലെങ്ത് ആണ്. മാസ് ബൈ ലെങ്ത് ആണ് എന്ന് വെച്ചാൽ കൊടക്കമ്പീൻ്റെ ഒക്കെ മാസ് പോലെ. ഒരു കൊടക്കമ്പീൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, കൊടക്കമ്പീൻ്റെ മൊത്തം മാസിനെ കൊടക്കമ്പീൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു കൊടക്കമ്പിയുടെ യൂണിറ്റ് ലെങ്ത്തിലെ മാസ് കിട്ടും. അതാണ് ലീനിയർ മാസ് ഡെൻസിറ്റി ഓർ ലീനിയർ ഡെൻസിറ്റി. അപ്പോൾ എന്താ വരിക? കിലോ യൂണിറ്റ് വരുമ്പോൾ യൂണിറ്റ് ഓഫ് ലാംഡ കിലോഗ്രാം ബൈ മീറ്റർ ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ റേസ് ടു -1. ഇനി ഡയമെൻഷണൽ ഫോർമുല ഫോർ ലാംഡ ഈക്വൽ ടു കിലോഗ്രാം എം എൽ റേസ് ടു -1. അവിടെയും ടൈമില്ല, ടി റേസ് ടു 0. Now, if I say areal density എന്ന് പറഞ്ഞാൽ മാസ് ബൈ എന്തായിരിക്കും? ഗുഡ്, മിടുക്കന്മാരാണ്. മാസ് ബൈ ഏരിയ ആണ്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ഏരിയൽ ഡെൻസിറ്റി സിഗ്മ എന്നാ വിളിക്കുക. സിഗ്മ, റൈറ്റ്? സിഗ്മ യൂണിറ്റ് ഓഫ് സിഗ്മ വിൽ ബി കിലോഗ്രാം ബൈ മീറ്റർ സ്ക്വയർ. So that is kilogram meter raised to -2. Now what will be the dimensional formula for areal density? It will be m l raised to -2 t raised to 0. അപ്പോൾ ഇനി എൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയും. What is the dimension of mass in areal density? Yes, 1. What is the dimensional formula for areal density? m l raised to -2 t raised to 0. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. And now we will continue with some other physical quantities also. നമുക്ക് വെലോസിറ്റി നോക്കാം. വെലോസിറ്റി എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. So what is unit? Unit എന്താ വരിക? Displacement is meter by second or meter second raised to -1. Now what will be dimensional formula for velocity? Dimensional formula for velocity will be m, l ആണ്. റെഡി? m എന്ന് പറഞ്ഞാൽ മാസ് അല്ല ട്ടാ, l ലെങ്ത് ആണ്. അപ്പോൾ മാസ് ഇല്ല, m raised to 0, l raised to 1, t raised to -1. തെറ്റിപ്പോരുതട്ടാ, m not stand for mass. ഇവിടെ m stand for meter. Meter is length. Okay? That is velocity. Now what is acceleration? Acceleration a is equal to change of velocity by time. അപ്പോൾ യൂണിറ്റ് പറഞ്ഞാൽ എങ്ങനെ വരിക? യൂണിറ്റ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് എ ഈക്വൽ ടു ഇതെന്താ? മീറ്റേഴ്സ് ബൈ സെക്കൻഡ് റേസ് ടു -1 ബൈ സെക്കൻഡ്. So that is meter second raised to -2. So what will be dimensional formula for acceleration? Dimensional formula, നിങ്ങൾ കഴിയെങ്കിൽ dimensional formula for acceleration എപ്പോഴും നോട്ട് എഴുതുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതും കേട്ടോ. നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ ഞങ്ങളുടെ പെട്ടെന്ന് നിങ്ങൾ എഴുതി തീർക്കുകയാണ്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ആക്സിലറേഷൻ എന്താ പറയുക? മാസ് ഇല്ല, m raised to 0. ഇത് ലെങ്ത് ആണ്, l raised to 1, t raised to -2.
This is the dimensional formula for acceleration. Now, let me say force. Force. നമ്മളെന്താ പഠിച്ച ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. അപ്പോൾ വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഫോഴ്സ്? യൂണിറ്റ് ഓഫ് ഫോഴ്സ് വിൽ ബി കിലോഗ്രാം. ആക്സിലറേഷൻ്റെ യൂണിറ്റ് വാസ് meter second raised to minus 2. Now what will be dimensional formula for force? Dimensional formula for force is kilogram is m l t raised to minus 2. Okay, that's it. Any momentum, linear momentum. വെറുതെ നമുക്ക് അറിയാവുന്ന കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കാം. ലീനിയർ മൊമെന്റത്തെ പി കൊണ്ടാണ് കാണിക്കുക. പി ഈക്വൽ ടു എം വി ആണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. ലീനിയർ മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മാസ്, അപ്പോൾ യൂണിറ്റ് ഓഫ് പി എന്താ വരിക? യൂണിറ്റ് ഓഫ് പി ഈക്വൽ ടു മാസ് ഈസ് കിലോഗ്രാം, വെലോസിറ്റി ഈസ് മീറ്റർ സെക്കൻഡ് റേസ്ഡ് ടു മൈനസ് 1. സോ ഇറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ്ഡ് ടു മൈനസ് 1. Now dimensional formula for momentum. Dimensional formula for momentum will be m l t raised to minus 1. സിമ്പിൾ കാര്യമാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. Now energy ഈക്വൽ ടു സ്റ്റോർഡ് വർക്കിന്റെ പേരാണ് എനർജി അല്ലേ? എനർജി ഈക്വൽ ടു വാട്ട്? സ്റ്റോർഡ് വർക്ക്. ഏതും ആവാം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, എന്തും ആവാം. വർക്ക് എന്താ നമ്മൾ പഠിച്ചത്? അപ്പോൾ എനർജീൻ്റെയും വർക്കിൻ്റെയും എന്തായിരിക്കും? യൂണിറ്റും ഡയമെൻഷണൽ ഫോമുലയും സെയിം ആയിരിക്കും. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കാണ് എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വർക്ക് തന്നെയാണ് എനർജി. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റും വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോമുല തന്നെയായിരിക്കും എനർജിയുടെയും. നമ്മൾ പഠിച്ചാണ് വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ യൂണിറ്റ് ഓഫ് വർക്ക് എന്താ വരിക? യൂണിറ്റ് ഓഫ് വർക്ക് ഈക്വൽ ടു ഫോഴ്സ്. ഫോഴ്സിന് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 2 നേരത്തെ കിട്ടി. ഡിസ്പ്ലേസ്മെന്റ് ഈസ് അഗെയിൻ മീറ്റർ. സോ ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. Now if you want to find out the dimensional formula for work is m l square t raised to minus 2. So simple. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറച്ചും കൂടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പരിചയപ്പെടാം. ഓക്കെ, ചില ക്വാണ്ടിറ്റീസിനെ നമുക്ക് പരിചയപ്പെടാം. ദാറ്റ്സ് ഓൾ. അത്രയും ചെയ്താൽ മതി. അടുത്ത ആംഗുലാർ മൊമെന്റം. നിങ്ങൾ കേൾക്കാത്ത ക്വാണ്ടിറ്റിയാണ്. ആംഗുലാർ മൊമെന്റം എൽ കൊണ്ടാണ് കാണിക്കുക. വെറുതെ ചില ടേംസുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് വരുന്ന പാഠങ്ങളിൽ വ്യക്തമായി പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം കേട്ടിരുന്നാൽ മതി. എൽ ഈക്വൽ ടു എം വി ആർ എന്നാണ് പഠിക്കുക. എൽ ഈക്വൽ ടു എം വി ആർ. അപ്പോൾ യൂണിറ്റ് ഓഫ് എൽ എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് എൽ എം വി ആർ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ്. തൽക്കാലം കേട്ടിരുന്നാൽ മതി. ഒക്കെ നമുക്ക് പഠിക്കാം. മാസ് എന്താ? കിലോഗ്രാം. വെലോസിറ്റി മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. റേഡിയസ് വീണ്ടും മീറ്റർ. സോ ദാറ്റ് വിൽ ബി കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 1. സോ വാട്ട് വിൽ ബി ഡയമെൻഷണൽ ഫോർമുല ഫോർ ആംഗുലാർ മൊമെന്റം? Dimensional formula for angular momentum. Dimensional formula angular momentum will be equal to m l square t raised to minus 1. Now there is a term known as torque. ഒന്നും പേടിക്കണ്ട, ഇതൊന്നും കേട്ട് ഞെട്ടണ്ട, വെറുതെ കേട്ടാൽ മതി, എഴുതിയെടുക്കുക. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പഠിക്കാനല്ല. ടോ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ടാ കാണിക്കുക. ടോർക്കിനെ ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ വാട്ട് വിൽ ബി യൂണിറ്റ് ഓഫ് ടോർക്ക്? യൂണിറ്റ് ഓഫ് ടോർക്ക് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ്. ഫോഴ്സ് ഈസ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു മൈനസ് 2. അത് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, ഇൻറ്റു മീറ്റർ. സോ ദാറ്റ് വിൽ ബി കിലോഗ്രാം meter square second raised to minus 2. So what is the dimensional formula for torque? Dimensional formula for torque will be kilogram stands for m l square t raised to minus 2. ഇവിടെ കണ്ട നിങ്ങൾ നേരത്തെ നിങ്ങൾ വർക്കിൻ്റെ ഇത് തന്നെയാണ് കിട്ടി അല്ലേ? വർക്കിനും ഇത് തന്നെയാണ് കിട്ടി.
ടോർക്കിനും ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരേ ഡയമെൻഷണൽ ഫോമുലയുള്ള വ്യത്യസ്ത ക്വാണ്ടിറ്റീസ് ഉണ്ടാവാം. ഡയമെൻഷണൽ ഫോമുല സെയിം ആയതുകൊണ്ട് ക്വാണ്ടിറ്റി സെയിം ആവണമെന്നില്ല. ഉദാഹരണത്തിന് മുരിങ്ങാക്കായും വെണ്ടക്കായും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് സാമ്പാർ മാത്രമല്ല ഉണ്ടാക്കുക, വേറെയും കറി ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരേ തരത്തിലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾ ഇതുവരെ നേരിട്ട് അറിയാത്ത കാര്യങ്ങളാണ്. സർഫേസ് ടെൻഷൻ എസ് കൊണ്ടാണ് കാണിക്കുക. എസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സ് ബൈ ലെങ്ത് ആണ് സർഫേസ് ടെൻഷൻ. അപ്പൊ യൂണിറ്റ് ഓഫ് എസ് എന്താ വരിക? യൂണിറ്റ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇസ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ്ഡ് ടു -2 by meter. So that is kilogram meter second raised to -2 by meter. So meter cancel, like it is kilogram second raised to -2. So dimensional formula for surface tension will be equal to kilogram m L raised to 0 T raised to -2. അടുത്ത നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് pressure equal to perpendicular force divided by area. ഇതാണ് pressure, perpendicular force divided by area. അപ്പോൾ യൂണിറ്റ് ഓഫ് പ്രഷർ എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് പ്രഷർ ഈക്വൽ ടു perpendicular force is kilogram meter second raised to -2 by area is meter square. So that will be kilogram, ഇവിടുത്തെ മേലെ മീറ്റർ സ്ക്വയർ പോകുമ്പോൾ സെക്കൻഡ് റേസ് ടു -2 by meter now. You got it? So that will be kilogram meter raised to -1 second raised to -2. So what will be the dimensional formula for pressure? Dimensional formula for pressure will be m L raised to -1 T raised to -2. That's all. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി എന്താണ് ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയുടെ പവർ എത്രയാണ്. ഞാൻ ഈ പറഞ്ഞാലേ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാസ്, ലെങ്ത്, ടൈം. ഇനിയിപ്പോൾ കറണ്ടുള്ള സാധനത്തിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. കാര്യങ്ങൾക്ക് അത് നേരിട്ട് അറിയാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഇനി ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ കൊണ്ട് എത്ര പവർ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്